കാലിക്കറ്റ് സർവകലാശാല പരീക്ഷാ ഭവന്റെ മുന്നിൽ സ്ഥിരമായി എപ്പോഴും ഒരു ഓട്ടോറിക്ഷയുണ്ട്. ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും ചെറിയ യാത്രയ്ക്കൊക്കെ പോകുന്ന ഒരു ഓട്ടോക്കാരി. പഠന സമയം കഴിഞ്ഞാൽ പോക്കറ്റ് മണിക്കായി യൂണിവേഴ്സിറ്റിക്കുള്ളിലും പുറത്തുമായി തലങ്ങും വിലങ്ങും ഓട്ടത്തിലാണ് ഈ 18കാരി. എനിക്ക് കിട്ടേണ്ട ചില്ലറ അങ്ങനത്തെ ഒരു ആവശ്യമായതുകൊണ്ട്. കാരണം ഇപ്പം എൻ്റെ പ്രായത്തിലുള്ള ഏതൊരു കുട്ടിക്കും അറിയാം, അവിടെ പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഏതൊരു കോളേജിൽ പോകുമ്പോഴായാലും ചിലവ് നമുക്ക് ഉണ്ടായിരിക്കും, ചില്ലറ ചിലവുകൾ. ഇപ്പം നമുക്ക് തന്നെ ഇപ്പോൾ ജ്യൂസ് കുടിക്കാനോ ചായ കുടിക്കാനോ അങ്ങനത്തെ ആവശ്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ചെറിയ വരുമാനം അത്രേ ഉള്ളൂ. അതൊരു ചെറിയ കാര്യമല്ല. സ്വയം പര്യാപ്തതയിൽ ഇത്തലമുറ ചിന്തയുടെ മുഖമാണ് ഫിൻഷ ഫാത്തിമ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ഇന്റഗ്രേറ്റഡ് PGക്കാരി. ക്ലാസ് വിട്ടുകഴിഞ്ഞാൽ സർവകലാശാലയുടെ സ്വന്തം ഓട്ടോക്കാരി. വണ്ടി ഓടിക്കാൻ ഏറ്റവും ഇഷ്ടം. കാറും ബുള്ളറ്റുമൊക്കെ നേരത്തെ തന്നെ പഠിച്ചു. പക്ഷേ പരിഗണന കുറച്ചധികമുണ്ട് ഓട്ടോയോട്. വണ്ടികളോട് നല്ല താല്പര്യം, വണ്ടി ഓടിക്കാനായാലും വണ്ടികളോട് പണ്ടേക്ക് ചെറുപ്പം തൊട്ടേ നല്ല ക്രൈസാണ്. അങ്ങനെയാ പഠിച്ച്. മാമൻ്റെ വണ്ടി വീട്ടിലുള്ള സമയത്ത് ഞാൻ ചോദിച്ചു ഇങ്ങനെ പഠിപ്പിച്ച് തരുമോന്ന്. അപ്പോൾ തന്നെ ഇപ്പോൾ പഠിപ്പിച്ചു തന്നു. സർവകലാശാല കണ്ടവർക്കറിയാം അതൊരു വിശാല ഭൂമികയാണ്. അതിനുള്ളിൽ എവിടെയും കൂട്ടുകാർക്കൊന്നിച്ചു പോകാൻ എപ്പോഴും ഫിൻഷയുടെ ഓട്ടോയുണ്ട്. പുറത്ത് 2 ഓട്ടം കിട്ടിയാൽ വൈകിട്ടത്തെ കൂടലും സൺഡേ കറക്കവും സെറ്റാകും. ഇപ്പോഴേ നല്ല ഹാപ്പിയാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പം സ്റ്റാർട്ടിങ്ങിലൊന്നും വണ്ടി ഉണ്ടായിരുന്നില്ല. കോളേജിൽ തുടങ്ങിയ സമയത്തൊക്കെ ഞാൻ ഓടുന്ന പരിപാടിയില്ല. കാരണം ലൈസൻസ് കിട്ടിയതിന് ശേഷമാണ് ഇങ്ങനെ ഓടി തുടങ്ങിയത്. അപ്പോഴൊക്കെ ഇങ്ങനെ നമുക്കിപ്പോൾ വൈകുന്നേരമായി ഞങ്ങളെല്ലാവരും കൂടി കൂട്ടിയിട്ട് ഒരു ചായ കുടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എന്നിപ്പോൾ പെരക്കാരോട് ചോദിക്കുക എന്നുള്ളത് എപ്പോഴും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ലേ. പിന്നെ മെയിനായിട്ട് എനിക്കിങ്ങനെ പുറത്തുനിന്നുള്ള ഓട്ടങ്ങളാണ്. അതായത് ഇപ്പം നെയ്ബേഴ്സ് വിളിക്കുന്നത് അങ്ങനത്തെ ഓട്ടങ്ങളാണ് മെയിനായിട്ട്. വീട്ടിൽ നിന്നും കൂട്ടുകാരെന്നും വൻ സപ്പോർട്ട്. നമുക്ക് പ്രൗഡ് ആണ് നമ്മളെ ഫ്രണ്ട് വണ്ടി ഓടിക്കുക പറയുമ്പോൾ. അത് മാത്രമല്ല, എൻ്റെ അടുത്തൊരു ബുള്ളറ്റ് ഉണ്ട്, ഓൾ അത് ഓടിക്കും. പിന്നെ നമ്മളോളെ ഓട്ടത്തിന് എപ്പോഴും വിടും. കാരണം ഓൾക്ക് ഒരു വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം ചായ കിട്ടുമല്ലോ. അത്രയേ ഉള്ളൂ. സമ്പാദ്യത്തിനൊക്കെ സമയമുണ്ട്. ഇത് സന്തോഷിക്കേണ്ട കാലമല്ലേ. ക്യാമ്പസിനുള്ളിലെ ഓട്ടത്തിന് കളർഫുൾ ഫിൻഷ. പുറത്തോട്ടം പോകുമ്പോൾ കാക്കിക്കുള്ളിൽ ഫിൻഷ. വൈകുന്നേരത്തെ ഒരു ചായക്കുള്ള പൈസ, കൂട്ടുകാർക്കൊപ്പം ഒന്ന് കറങ്ങാൻ പോകാനുള്ള പൈസ, ഇതൊക്കെ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കുന്നതിന്റെ സന്തോഷമാണ് എപ്പോഴും അവളുടെ മുഖത്ത്. ബബീഷ് കക്കോടിക്കൊപ്പം കൃഷ്ണേന്ദു, ബിഗ് TV ജേർണലിസ്റ്റ്, കോഴിക്കോട്. നമ്മുടെ നാട്ടിലും അങ്ങനെ പഠിക്കുന്നതിനൊപ്പം ജോലി ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാകണമെന്നേ. കാരണം വിദേശത്തേക്കൊക്കെ പോകുമ്പോൾ വിദേശ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠനത്തിന് ചേരുമ്പോൾ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യാനായിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല, അതിലൊരു മടുപ്പുമില്ല. നാട്ടിലാണെങ്കിലോ അതിനൊക്കെ വലിയ പാടാണ്. എന്നാലും ചെയ്യുന്ന കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു പ്രതീകമായിട്ട് നമ്മൾ ഈ കുട്ടിയെയും അടയാളപ്പെടുത്തുകയാണ്. അവൾക്ക് ബിഗ് TVയുടെയും അഭിനന്ദനങ്ങൾ. Big TV, without fear or favor.